വലിയ തോതിലുള്ള ഒരു തകർച്ച അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പാർട്ടിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പതനം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ഒരു പ്രധാനപ്പെട്ട വലിയ പാർട്ടി മുഴുവനായും BJPയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. വേറെ എവിടെയുമല്ല, ബംഗാളിൽ TMC, മമതാ ബാനർജിയുടെ TMC എന്ന് പറയുന്ന പാർട്ടിയിലെ പ്രധാനപ്പെട്ട എല്ലാവരും ഇതിനോടകം തന്നെ ഈ പറയുന്ന തോതിൽ കൗൺസിലർമാർ, അതോടൊപ്പം തന്നെ MLAമാർ, ഇപ്പോൾ ഇതാ MP മാർ, അതായത് പാർലമെൻറ്റിൽ വരെ TMCയുടെ 20 MP മാർ BJPക്ക് പിന്തുണ നൽകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് അവർക്ക് TMCയും വേണ്ട, അവർക്ക് കോൺഗ്രസും വേണ്ട, ഒന്നും വേണ്ട, അവർ BJP ലയിക്കാൻ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് NDAയിൽ ചേരാനായിട്ട് അനുമതി തേടി 20 തൃണമൂൽ MP മാരാണ് സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് തന്നെ. ഇതിൽ നിന്നും വളരെയധികം വ്യക്തമാണ് TMC എന്ന് പറയുന്ന പാർട്ടി എല്ലാ രീതിയിലും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് മാത്രമല്ല, അസ്തമനമാണ് ആ പാർട്ടിയുടെ. ഒന്നുകിൽ ആ പാർട്ടി പൂർണ്ണമായിട്ട് BJPയിലേക്ക് ലയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും, അല്ലെങ്കിൽ ഇതുപോലെ ഭൂരിഭാഗം പേരും TMC എന്ന് പറയുന്ന പാർട്ടി വിട്ടുകൊണ്ട് BJPയിൽ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. TMC എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു തരത്തിലുള്ള കൂടിക്കാഴ്ചയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. കാരണം ബംഗാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് അംഗീകരിക്കാൻ സഹിക്കാനാവാതെ മമതാ ബാനർജി കാണിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ആ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇനി മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ താങ്ങിയിട്ടോ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഈ പറയുന്ന TMCയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലൊരു നിലനിൽപ്പ് വേണമെങ്കിൽ ആ പാർട്ടി ഇനിയിപ്പോൾ BJPയുമൊത്ത് ചേർന്നാൽ മാത്രമേ എന്തെങ്കിലും കാര്യമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മമതാ ബാനർജി എന്ന് പറയുന്ന വ്യക്തി BJPയിൽ ചേർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയില്ലെങ്കിൽ പോലും ആ പാർട്ടിക്കുള്ളിലെ MP മാർ, MLAമാർ, കൗൺസിലർമാർ, അങ്ങനെ ഒട്ടനവധി പേരാണ് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട്, അതായത് അവിടെ BJP അധികാരത്തിൽ കയറി ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഭൂരിഭാഗം പേരും TMC എന്ന് പറയുന്ന പാർട്ടി വിട്ടുകൊണ്ട് BJPയിൽ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് TMCയെ സംബന്ധിച്ചിടത്തോളം, മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായി മാറിയ കാര്യമെന്ന് പറയുന്നത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതായത് അവർക്ക് ഇനി ഒരു തരത്തിലുമുള്ള സപ്പോർട്ടും ഇല്ല. മമതാ ബാനർജിക്കോ TMCക്കോ കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഒരു തരത്തിലുമുള്ള സപ്പോർട്ടില്ല എന്നുള്ളത് എടുത്തു പറയത്തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ തന്നെ MP മാർ ഉൾപ്പെടെ, MLAമാർ ഉൾപ്പെടെ, കൗൺസിലർമാർ ഉൾപ്പെടെ TMC എന്ന് പറയുന്ന പാർട്ടി വിട്ടുകൊണ്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പാർലമെൻറ്റിലായാൽ പോലും ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള അട്ടിമറികളാണ് നടക്കാനിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് NDAയുടെ സപ്പോർട്ട് ഇപ്പോൾ കൂടിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് MP മാരുടെ എണ്ണത്തിൽ പോലും വലിയ തോതിലുള്ള വർധനമാണ് ഇപ്പോൾ അവിടെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. പല ബില്ലുകളും അവർക്ക് പാസ്സാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് ഇനി കാര്യങ്ങൾ മാറുമെന്നുള്ളതും എടുത്തു കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, 2029 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി സംഭവിക്കാൻ പോകുന്ന പാർട്ടി എന്ന് പറയുന്നത് TMC ആയിരിക്കും. അതായത് ഇപ്പോൾ അവർക്ക് 20-ൽ കൂടുതൽ MP മാർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന തോതിൽ 2029 ആകുമ്പോഴത്തേക്കും അവർ 0 എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. അവരുടെ എല്ലാ MP മാരും ഈ പറയുന്ന തോതിലുള്ള 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ ബംഗാളിൽ എത്ര സീറ്റുകളുണ്ടോ അത്രയും MP മാരും BJPയിൽ നിന്നായിരിക്കും, NDAയിൽ നിന്നായിരിക്കും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, TMCയെ സംബന്ധിച്ചിടത്തോളം വളരെ കനത്ത തിരിച്ചടി എന്ന് മാത്രമല്ല, ഒരു വലിയ പാർട്ടി, അതായത് ഭരിച്ചിരുന്ന ഒരു പാർട്ടി, ബംഗാൾ ഭരിച്ചിരുന്ന ഒരു വലിയ പാർട്ടി
തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവുന്ന തരത്തിലോട്ട്, ഇന്ത്യയിൽ നിന്ന് തന്നെ അസ്തമിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. ഇതിലൂടെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളമായാൽ പോലും അവർ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ പാർട്ടിക്ക് ഇനി ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇനി കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ അവർ BJPയിലേക്ക് ലയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം. അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നും വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കലുകൾ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും TMC എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ്. BJPയെ സംബന്ധിച്ചുള്ള BJP അതായിരിക്കും ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് TMC എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവരിലുള്ളവർ BJPയിലേക്ക് ജോയിൻ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.